നാളെ നമുക്ക് മന്തി കഴിക്കാൻ പോയല്ലേ? മന്തിയാ? നമുക്ക് നാളെ ബിരിയാണി ഉണ്ടാക്കാം. അമ്മ ഉണ്ടാക്കിയ നാളെ ബിരിയാണി മതിയാ? ചിക്കൻ ബിരിയാണി സെറ്റ് അല്ലേ? അപ്പൊ ഇന്ന് പോയിട്ട് സാധനങ്ങൾ മേടിച്ചാലോ? ഇന്ന് വാങ്ങിച്ചോ? ആ നീ ബില്ല് എഴുതിട്ട് വാ. ഇന്ന് പോയിട്ട് മേടിക്കട്ടാ. മുമ്പ് വരണ്ട കടയിലേക്ക്? പോണ്ടാ? പോവാട്ടെ നമുക്ക്. നീ പോയിട്ട് ബില്ല് എഴുതിയോ പോയിട്ട്? അപ്പൊ ഞാൻ വാട്സപ്പ് ചെയ്യാം. ചിക്കൻ 2 കിലോ. ചിക്കനാ? ആരാണ് ചിക്കന്റെ കാര്യമൊക്കെ പറയുന്നേ? നാളെ 1-ാം തീയതി എന്നുള്ള കാര്യം മറന്നാ? കർക്കിടകം 1 നാളെ തൊട്ട് 1 മാസത്തേക്ക് ഇവിടെ ചിക്കൻ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. പച്ചക്കറി മാത്രം. പുറത്തൊന്നും പോയി കഴിക്കണ്ട, ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവരണ്ട. 1 മാസം ചിക്കൻ വേണ്ട. പച്ചക്കറി കഴിച്ച് നമുക്ക് ഭഗവാനെ വിളിച്ചിരിക്കുക. ഞാൻ നാളെ തൊട്ട് രാമായണം വായിക്കാൻ പോവാ. അപ്പൊ അതങ്ങനെ ചെയ്യാം ട്ടാ. അല്ലമ്മ, ഞങ്ങൾ 1 മാസം എടുക്കണ? ഞങ്ങൾ 7 ദിവസം എടുക്കാം. പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോ ബുദ്ധിമുട്ടായവര് മുട്ട വേണ്ട. 7 ദിവസം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ. ഇത്ര നല്ല മാസമായിട്ട് 7 ദിവസം എടുക്കാനാ? 7 ദിവസം ഒന്നും പറ്റില്ല, 1 മാസം തന്നെ എടുക്കണം. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചൂടെ? നിങ്ങള് എടുത്തോ, അത് നല്ലതാ. പച്ചക്കറി കൂട്ടി പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ ഒരു ഇതും ഉണ്ടാവില്ല. കുട്ടികൾക്ക് ആരോഗ്യത്തിന് പച്ചക്കറി വേണം കുറച്ചൊക്കെ. ഹലോ അമ്മ. മോളെ പറ. ഞാൻ ഇന്ന് വരുന്നുണ്ടാ. ആ വായേട്ടാ. ഹോസ്റ്റലിൽ 2 ദിവസം മുടക്കാം. അപ്പൊ ഹോസ്റ്റലിലത്തെ ഫുഡൊക്കെ കഴിച്ചു മടുത്തു. അമ്മ നല്ല സൂപ്പർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെക്കും. വീട്ടിൽ വന്നിട്ട് വേണം വയറിറച്ചൊന്ന് കഴിക്കാൻ. അമ്മ ചിക്കനൊക്കെ ഉണ്ടാക്കിയേക്ക്, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയേക്ക. ശരി. ചേടാ, അവരോട് 1 മാസം എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ 7 ദിവസമല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, 7 ദിവസം എടുത്താൽ മതി എന്ന് പറയാം. മോളെ ഇന്ന് എന്തിട്ട് കറി വെക്കണേ? സാമ്പാർ വെക്കാം. സാമ്പാർ വേണ്ടിട്ട് ചിക്കൻ എങ്ങാനും വാങ്ങിക്കായിരുന്നില്ലേ? ചിക്കനാ? ഇപ്പൊ 7 ദിവസമായില്ലേ കറക്കടാൻ. കുഴപ്പമില്ല. നോക്കിയേ, കടാങ്ങളൊക്കെ ആകെ ക്ഷീണിച്ചു. ഇറച്ചി മീനൊന്നും കഴിക്കാണ്ട്. അവർക്ക് എന്തെങ്കിലും വെച്ചുകൊടുക്കും. നോക്കിയാ ഓരോന്നിന്റെ കോലം നോക്കിയാ ചാവാറായി. എന്തായാലും വാങ്ങിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് ഭക്ഷണം മര്യാദക്ക് കഴിക്കണില്ല. പച്ചക്കറി ചോറൊന്നും തിന്നില്ല. ഞാൻ കാണേണ്ടത് 7 ദിവസമായില്ലേ. ഇനിയിപ്പൊ അവർക്ക് കഴിച്ചോട്ടെ. നീ അവനോട് പറയോ 2-3 കിലോ വാങ്ങിക്കാൻ പറയും. ചിക്കൻ വാങ്ങിച്ച് വെച്ചോടുക്ക, വറക്കെ വെക്ക്, എന്തിനാ ചെയ്യട്ടാ. നീ അതാകെ ക്ഷീണിച്ചു. അവനതെ അവനോട് പറയാം. അവന്റെ കോല അതല്ലാണ്ട് ക്ഷീണിച്ചു. പാവം. ചിക്കൻ വാങ്ങിക്കിട്ടാ. എന്ത് പറ്റിയതായി തള്ളപ്പിടിക്ക്? മാനിടിഞ്ഞ് വിടുന്നു. ചക്കക്കുരു പോലെ ഇരിക്കണം. ഞാൻ ക്ഷീണിച്ചു. എന്റെ മക്കളെ കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ. അമ്മാ, അമ്മേ വിശന്നിട്ട് വയ്യമ്മ, ചോറെടുത്തരോ? മോളെ നീ വന്നാ? അമ്മ മോള് പറഞ്ഞ പോലെ ചിക്കനൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വന്നിരിക്കും, കൈയൊക്കെ കഴുകി വാ. ഇപ്പൊ കൊണ്ട് ഇതാ മോളെ കഴിക്കും. നീ എപ്പോഴാ വെറുതെ ചിക്കനൊക്കെ മേടിച്ചത്? 1 മാസം വൃദ്ധന്ന് പറഞ്ഞമ്മ. എന്നാ പോവാ? നീ വന്നിണ്ടാ? നീ എപ്പോഴാ വന്നേ? വെറുതെ തള്ളപ്പിന്ന് ചിക്കൻ വാങ്ങിച്ചു. കർക്കിടകാണ്, 1 മാസം എടുക്കണം. 7 ദിവസമേ പാടില്ല. മോള് വന്നപ്പോ 7 ദിവസം ഇല്ല, കർക്കിടകം ഇല്ല, ഒന്നുമില്ല. എളുപ്പല്ല തള്ളപ്പിടിയില്ലേ? മോള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടു. അമ്മ മോളെയും അവളൊന്നും വേർതിരിച്ച് കണ്ടിട്ടില്ല. നിങ്ങളോട് 1 മാസം എടുക്കാൻ ഞാൻ പറഞ്ഞു, വ്രതെടുത്തോ ഇറച്ചി മീനൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞത് ശരി. പക്ഷെ അവള് എപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കുന്നല്ല, വല്ലപ്പോഴല്ലേ വീട്ടിലേക്ക് വരാ. അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് വായിക്ക് രുചിയില്ലാത്ത ഓരോന്ന് കഴിച്ചിട്ട് അവൾക്ക് പറ്റാത്ത കാരണം കൊണ്ടാണ് ഇവിടെ വരുമ്പോ വല്ലതും നല്ലത് വെച്ചുകൊടുക്കാന്ന് വിചാരിക്കുന്നത്. ആ സമയത്ത് വ്രതാണ് ഇതാണെന്ന് പറഞ്ഞ അവളെ മടക്കി അയക്കാൻ അമ്മയായി പോയില്ലേ. അമ്മയ്ക്ക് അത് പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് 7 ദിവസം എന്തായാലും എടുത്തൂല. അപ്പൊ പിന്നെ ഇനി അവൾക്ക് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചത്. അത് നിന്നോട് പറഞ്ഞില്ല എന്നുള്ള, അവൾക്ക് വേണ്ടിയിട്ടാണ് വെക്കാൻ പറഞ്ഞെന്നുള്ളത്. നിങ്ങൾക്ക് പിന്നെ ഇവിടെ വീട്ടിലായ കാരണം കൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മന്തിയോ ചിക്കൻ എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. അവൾക്കത് പറ്റില്ല. അപ്പൊ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ എൻ്റെ കൂട്ടത്തിൽ കൂടെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് 1 മാസം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഒരു വേർതിരിവില്ല. ഇത് മനസ്സിലാക്കിക്കോ. അമ്മ എന്തായാലും 1 മാസം എടുക്കുന്നുണ്ട്.
ഈ വയസ്സാം കാലത്ത് അമ്മ എന്തിനും ഒരു മാസം എടുക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല, അതും നിങ്ങൾക്കും പിള്ളേർക്കും അവനും അച്ഛനും അവൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കണം. അല്ലാണ്ട് എനിക്ക് വയസ്സാം കാലത്ത് വല്ലതും പ്രത്യേകിച്ച് നേടാണ്ട. നിങ്ങളൊക്കെ നന്നായിരിക്കണം, വീട് നന്നാവണം, അതിനെന്നെ അമ്മ എടുക്കുന്നത്. അത് അമ്മ എടുക്കും, അത് മനസ്സിലാക്കിയാൽ മതി.